ചേച്ചിക്ക് കുറച്ച് ദിവസമായിട്ട് വയറുവേദനയും വയറെരിച്ചിലും ഉണ്ടായിരുന്നു. അത് മുഖാന്തരം ആന്റിക്ക് യൂറിൻ കൺട്രോൾ ഇല്ലാതെ പോകുമായിരുന്നു. ഏകദേശം ഒരു ദിവസം 12 പ്രാവശ്യമൊക്കെ യൂറിൻ പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ആന്റി പറയുന്ന കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അത് പരിപൂർണമായി സൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഇതൊരു നല്ല സാക്ഷ്യവും. അതെനിക്ക് യൂറിൻ ഒഴിക്കുക അല്ലെങ്കിൽ യൂറിൻ ഒഴിച്ചുകൊണ്ടിരിക്കണമെന്ന കൺട്രോൾ ഇല്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് യേശു കൊടുത്ത സൗഖ്യമാ. ഒന്ന് കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സോ അമേസിംഗ്, ആമേൻ. കർത്താവേ പറഞ്ഞു പോലെ പറയാനുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ, എൻ്റെ അമ്മയാണ്, അപ്പം അമ്മയ്ക്കാണെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പില്ലായിരുന്നു. അപ്പം ഇതുപോലൊരു ഇത് ടി വിയുടെ ബ്രദറിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഈ സൗഖ്യമുണ്ടായത്. ഇതിനു മുമ്പ് ഒരു 4 മാസം മുൻപ് അമ്മ സാധനം വാങ്ങിക്കാനായിട്ട് റോഡിൽ പോയിട്ട് വരുമ്പോഴത്തേനും തിരിച്ചു വരുമ്പോൾ മഴയായിരുന്നു. അപ്പം ചെളിയിൽ ചവിട്ടി മലന്ന് വീണപ്പോഴത്തേനും ബോധം അങ്ങ് പോയി. പക്ഷേ ഉണർന്നതിന് ശേഷം നടുവിനോ തലയ്ക്കോ ഒരു പോറൽ പോലും ഏൽക്കാതെ യേശു അപ്പച്ചൻ കരുതി എന്നുള്ളതാണ്. ദൈവത്തിന്. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് രാജീവ്, ഐലറയിൽ നിന്നാണ് വരുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ഈ അമ്മയ്ക്ക് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി. ഈ ചേച്ചിയുടെ പേര് ജൈനമ്മ എന്നാണ്, ഓയൂരിന്നാണ് വരുന്നത്. അപ്പം ഈ ചേച്ചിക്ക് ഇടത് ഡിസ്കിന് തേയ്മാനമായിരുന്നു. ഒരു വർഷമായിട്ട് കൊല്ലം ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഡോക്ടർ എക്സ്റേ എടുത്തപ്പോഴാണ് മനസ്സിലായത് തേയ്മാനമാണെന്ന്. അപ്പം കഴിഞ്ഞ 27/9/2015 ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ചേച്ചിക്ക് ഹീലായത്. ഈ രോഗം കാരണം ജോലി ചെയ്യുവാനോ തുണി കഴുകാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. എത്ര നാളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 1 വർഷത്തിൽ കൂടുതലായി. പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് ഉറപ്പാണോ? പൂർണ്ണമായിട്ട് സൗഖ്യമായി. എങ്ങനെ അറിയാം പൂർണ്ണമായിട്ട് സൗഖ്യമായി? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ വന്നപ്പോ കുറെ തുണികൾ നനച്ചു വെച്ചിട്ടായിരുന്നു വന്നത്. അങ്ങനെ ഒരു മിനിറ്റ് പോലും തുണി അങ്ങനെ കഴുകാൻ പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കുറെ തുണികൾ മുക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ബ്രദറെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇവിടുന്ന് ചെന്നാണ് ആ തുണികൾ കഴുകിയത്. അപ്പൊ ഇതുവരെ തുണി കഴുകത്തില്ലായിരുന്നു. 1 വർഷമായിട്ട് കഴുകുമായിരുന്നു. പക്ഷേ വേദനയെല്ലാം ഒടിഞ്ഞു വീഴുന്നത് പോലെ, ഒടിഞ്ഞു പോകുന്ന പോലെ ആയിരുന്നു. ഇപ്പൊ അതിനുശേഷം ചേച്ചിക്ക് പിന്നെ വേദന ഉണ്ടായില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ. കഴിഞ്ഞ ഞായറാഴ്ച വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് വേദന ഉണ്ടായില്ല. ഞാൻ അങ്ങനെ തുണി കഴുകി നോക്കി. അപ്പം നിശേഷം മാറി. ഇതുവരെ പിന്നെ ഉണ്ടായില്ല. ഇല്ല.